السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعد റഹീഖുൽ ഖുർആനിന്റെ നാലാമത്തെ ഹദീസ് പാഠത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണുള്ളത്. നോക്കാം. عن أبي هريرة رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم أصلح لي ديني الذي هو عصمة أمري وأصلح لي دنياي التي فيها معاشي وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. رواه الإمام مسلم رحمه الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, എന്റെ മതം നീ എനിക്ക് നന്നാക്കി തരണേ, അതാണ് എന്റെ കാര്യം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വ അസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹാ മആശി. അല്ലാഹുവേ, എന്റെ ദുനിയാവ് നീ എനിക്ക് നന്നാക്കി തരണേ, അതിലാണ് എന്റെ ജീവിതമുള്ളത്. വ അസ്ലിഹ് ലീ ആഖിറതി അല്ലതീ ഫീഹാ മആദി. അല്ലാഹുവേ, എന്റെ പരലോകം നീ എനിക്ക് നന്നാക്കി തരണേ, അതിലേക്കാണ് എന്റെ മടക്കമുള്ളത്. വജഅലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ. അല്ലാഹുവേ, എന്റെ ജീവിതത്തെ എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളിലും നീ വർധനവാക്കി തരണേ. വജഅലിൽ മൗത റാഹതൻ മിൻ കുല്ലി ശർ. അല്ലാഹുവേ, മരണത്തെ എനിക്ക് നീ എല്ലാ തിന്മകളിൽ നിന്നുമുള്ള വിശ്രമമാക്കി തരണേ. മുസ്ലിം റഹ്മഹുല്ല ഉദ്ധരിച്ച ഹദീസാണ്. ഈ പ്രാർത്ഥനയിൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു വിശ്വാസി ആവശ്യപ്പെടുന്നത്. അതിലൊന്നാമത്തേത് അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി, അഥവാ അല്ലാഹുവേ, എന്റെ മതം നീ എനിക്ക് നന്നാക്കി തരണേ, അതാണ് എന്റെ കാര്യം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് അവന്റെ മതവും വിശ്വാസങ്ങളും എന്നുള്ളത്. അതിനാൽ തന്നെ അത് ഏറ്റവും പവിത്രമായ രീതിയിൽ, ഏറ്റവും ശുദ്ധമായ രീതിയിൽ ആവുക എന്നത് അവൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ രണ്ടാമതായിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് വ അസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹാ മആശി എന്നാണ്. അഥവാ അല്ലാഹുവേ, എന്റെ ദുനിയാവ് നീ എനിക്ക് നന്നാക്കി തരണേ, അതിലാണ് എന്റെ ജീവിതമുള്ളത്. അഥവാ നാം വസിക്കുന്നത് ഈ ഇഹലോകത്താണ്, ദുനിയാവിലാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവ് നമുക്ക് നല്ലതായി മാറൽ, നന്മയുള്ളതായി മാറൽ അനിവാര്യമായിട്ടുള്ളതാണ്. അപ്പോൾ പരലോകത്തിന്റെ കൂടെ ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലെ മറ്റു എല്ലാ കാര്യങ്ങളും സുഗമമായിരിക്കലും ആവശ്യമാണ് എന്നാണ്. മൂന്നാമതായിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വ അസ്ലിഹ് ലീ ആഖിറതി അല്ലതീ ഫീഹാ മആദി. അഥവാ അല്ലാഹുവേ, എന്റെ പരലോകം നീ എനിക്ക് നന്നാക്കി തരണേ, അതിലേക്കാണ് എന്റെ മടക്കമുള്ളത് എന്നാണ്. ഭൗതിക ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് അത് പരലോക മോക്ഷം തന്നെയാണ്. അതിനാൽ തന്നെ അതിന് നിരക്കാത്ത കാര്യങ്ങൾ വെടിയുകയും അവിടേക്കുള്ള ഒരുക്കം ഭംഗിയാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യമാണ്. അതാണ് മൂന്നാമത്തെ ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അഥവാ നമ്മുടെ മടക്കം, പരലോകം നീ നന്നാക്കി തരണേ എന്നുള്ളത്. നാലാമതായിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്ന കാര്യം വജഅലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ. അഥവാ അല്ലാഹുവേ, എന്റെ ജീവിതത്തെ നീ എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളിലും വർധനവാക്കി തരണേ എന്നാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് പരലോക മോക്ഷമാണ്. അത് നമ്മൾ സൂചിപ്പിച്ചു. ആ പരലോക മോക്ഷം സാധ്യമാകുന്നത് സൽക്കർമ്മങ്ങൾ എന്ന മാർഗം സ്വീകരിച്ചു കൊണ്ടാണ്. ഏതൊരു ലക്ഷ്യം സാധ്യമാകുന്നതും അതിനനുസൃതമായുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്. അപ്രകാരം പരലോകമോക്ഷം സാധ്യമാകുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന മാർഗം സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പൊ സൽക്കാര്യങ്ങൾ എന്ന മാർഗം അലങ്കൃതമാക്കിയാൽ ലക്ഷ്യസാക്ഷാത്കാരം സാധ്യമാകുന്നതാണ്. ആ ലക്ഷ്യസാക്ഷാത്കാരം സാധ്യമാകുവാൻ വേണ്ടിയാണ് ജീവിതത്തിൽ നന്മകൾ നിറക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഈ പ്രാർത്ഥനയുടെ ഈ ശകലത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അതാണ് നാലാമത്തെ ഭാഗത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളതും. അഞ്ചാമതായും അവസാനമായും ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യം വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. അഥവാ അല്ലാഹുവേ, എന്റെ മരണത്തെ നീ എനിക്ക് എല്ലാ തിന്മകളിൽ നിന്നുമുള്ള വിശ്രമമാക്കി തരണേ എന്നാണ്. പരലോകമെന്ന അന്ത്യമില്ലാത്ത ലോകത്തേക്ക് ഓരോ മനുഷ്യനും പ്രവേശിക്കപ്പെടുന്നത് തൊട്ടു മുമ്പ് നാം സൂചിപ്പിച്ച യാഥാർത്ഥ്യമായ മരണമെന്ന കവാടത്തിലൂടെയാണ്. നന്മകളിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക്
തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഭൗതിക ലോകത്തെ കഠിനാധ്വാനം നിറഞ്ഞൊരു ത്യാഗം തന്നെയാണ്. അപ്രകാരം ത്യാഗസമ്പുഷ്ടമായ ജീവിതത്തിലേക്ക് മരണമെന്ന അതിഥി കടന്നു വരുമ്പോൾ ആതിഥേയൻ വിശ്രമാവസ്ഥയിലായി ചിത്രീകരിക്കപ്പെടുന്നു. അഥവാ നന്മകളിൽ മുന്നേറിക്കൊണ്ടും അത് ചെയ്യുവാൻ പ്രയത്നിച്ചുകൊണ്ടും തിന്മകൾ ജീവിതത്തിൽ ഇല്ലാതാക്കുവാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടും ജീവിതം ത്യാഗസമ്പുഷ്ടമാക്കുമ്പോൾ അതിനിടയിലായിരിക്കും ആ വിശ്വാസിയെ മരണമെന്ന യാഥാർത്ഥ്യം പിടികൂടുന്നത്. അതോടുകൂടി ആ മരണത്തോടുകൂടി ഈ ത്യാഗസമ്പുഷ്ടമായ അധ്വാനം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഷെറുകളിൽ നിന്നുമുള്ള ഒരു റാഹത്തായിക്കൊണ്ട്, ഒരു സമാധാനമായിക്കൊണ്ട് മരണത്തെ നീ എനിക്ക് നൽകണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഈ വാക്കുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്രകാരം ഈ 5 ആശയങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിയായ അടിമ തന്റെ രക്ഷിതാവിനോട് നടത്തുന്ന ഏറ്റവും അർത്ഥവത്തായ തേട്ടങ്ങളും അഭ്യർത്ഥനകളുമാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على رسوله الأمين. السلام عليكم ورحمة الله وبركاته.